നമസ്കാരം. മഞ്ചേശ്വരം പഞ്ചായത്തിൽ വയനാടിൻ്റെ പേരിൽ സ്വരൂപിച്ച വസ്തുക്കൾ നശിക്കുന്നതായുള്ള ആരോപണം വ്യാജമാണെന്ന് പഞ്ചായത്ത് അധികൃതർ. ഞാൻ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഭരണസമിതി തീരുമാനമെടുത്തു. അവിടെ സഹായം എത്തിക്കുന്നതിനായിട്ട് അവർ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചധികം സാധനങ്ങൾ നമുക്കിവിടെ ലഭിച്ചു. അതായത് ഡ്രസ്സുകളും ചെരുപ്പുകളും പിന്നെ അതുകൂടാതെ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ. ഭക്ഷ്യയോഗ്യം എന്ന് പറയുമ്പോൾ അരി മാത്രമാണ് കൂടുതൽ ലഭിച്ചത്. അതെല്ലാം ഇവിടെ തന്നെ സൂക്ഷിച്ച് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ അത് വയനാട്ടിലേക്ക് എത്തിക്കാൻ നോക്കിയപ്പോഴും നമ്മുടെ കാസർഗോഡ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യത്തിലധികം സാധനങ്ങളായി ഇപ്പം നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭദ്രമായി അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ വൃത്തികേടാകുന്ന അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്ന ഒരു ഐറ്റവും ഇല്ല. അരി മാത്രമേ ഉള്ളൂ. അത് ചാക്കിൽ തന്നെ ഇരിക്കുകയാണ്. അത് ഭരണസമിതി തീരുമാനമെടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഒന്നും കൂടി ശ്രമിച്ചു അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും വാടക വീട്ടിലേക്ക് സർക്കാർ അവരെല്ലാം മാറ്റിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇത് വിതരണം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വിതരണം ചെയ്യാം. വയനാട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പുനരധിവാസം നടന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സെൻറ്ററിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിവിടെ തന്നെ സൂക്ഷിക്കുകയാണ്. അത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാം. അതായത് അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് ഭരണസമിതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ഭരണസമിതി പ്രസിഡന്റും ഭരണസമിതിയും തീരുമാനിക്കുന്നതനുസരിച്ച് നമ്മൾ അത് നൽകും. അത് കൂടുതലും നമ്മൾ ഇവിടുത്തെ മെമ്പർമാരൊക്കെ സ്പോൺസർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ്. പുറത്തുനിന്ന് വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രസ്സും ചെരുപ്പും ഒക്കെ ഉള്ളൂ. അതെല്ലാം ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നും വന്നില്ല. നമ്മളിങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ കളക്ടറുടെ നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ ഒന്നും റിസീവ് ചെയ്തിട്ടില്ല. ആദ്യത്തെ 1-2 ദിവസം ലഭിച്ച സാധനങ്ങൾ മാത്രമേ ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ളൂ. വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും വയനാട്ടിൽ ആവശ്യത്തിലധികം എത്തിയെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സ്വരൂപിച്ച വസ്തുക്കൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇത് പ്രദേശത്തെ തന്നെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വിതരണം ചെയ്യാനായി തീരുമാനിച്ചു. ഇത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാരിക്കോരി നൽകുകയാണെങ്കിൽ പിന്നീട് പല ആക്ഷേപത്തിനും കാരണമാകുമെന്നും കൃത്യമായി കണക്കിൽപ്പെടുത്തി ഉടൻ വിതരണം ചെയ്യുമെന്നാണ് ഭരണസമിതി അറിയിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഇവിടെ പഞ്ചായത്ത് ഭരണം കൈയാളുന്നത്. അരിയും മറ്റു വസ്തുക്കളും നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തു വെച്ചതിനാൽ നശിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതിയെ താറടിക്കാനായി ചില കുരുട്ടുബുദ്ധിക്കാർ മെനഞ്ഞെടുത്ത കഥകളാണ് ശേഖരിച്ച വസ്തുക്കൾ പുഴുത്തു എന്നുള്ളത്. നന്ദി, നമസ്കാരം.